എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷായാണ്, ഷാ ഉളിക്കൽ. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോയിൽ വരുന്നത്, ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, വയനാട് ജില്ലയിലെ കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട കൊച്ചിനെ കുറേ കാവാലികന്മാർ, സാമൂഹ്യ ദ്രോഹികൾ, വൃത്തികെട്ടന്മാർ, കുറച്ച് പിള്ളേർ കൂടിയിട്ട് മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പം ഞാനും ഇത് കണ്ടു, എൻ്റെ മനസ്സ് വേദനിച്ചു. അപ്പം ഞാൻ പറയാണ്, കേരളത്തിലെ ആഭ്യന്തര ഭരണമാണ് ഇതിനെല്ലാം കാരണം. ഇടതുപക്ഷ ചിന്താഗതികൾ കാരണം. ഈ എന്താ പറയുക, കുടുംബങ്ങളിൽ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഒന്നീ ഒരു ആത്മീയമായിട്ട് മക്കളെ വളർത്തണം. മുസ്ലിമാണെങ്കിൽ അവർ ഖുർആൻ ഓതി കൊടുക്കണം. ഹിന്ദു ആണെങ്കിൽ അവൻ്റെ ചട്ടക്കൂട്ടിൽ അവരെ പഠിപ്പിക്കണം. ഒരു ക്രിസ്ത്യാനിയാണ് പ്രാർത്ഥന കൂടെ പഠിപ്പിക്കണം. ഇതൊന്നുമില്ലാണ്ട് കമ്മ്യൂണിസം മാത്രം വളർത്തുന്ന സാഹചര്യത്തിലാണ് ഈ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയാളും വലിയവരായിരുന്നു തല്ലിക്കൊല്ലുന്നത്, ഇപ്പോൾ ചെറിയ പിള്ളേരെയും കൂടെ തല്ലിക്കൊല്ലാൻ തുടങ്ങി. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ സത്യകാര്യങ്ങളല്ലേ. ഇങ്ങനെ ആഭ്യന്തര വകുപ്പ് ഗുണമില്ല കേരളത്തിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ദുഷ്ട ക്രിമിനലുകളെ വളർത്താൻ പിടിയല്ല. ഏത് സാഹചര്യത്തിൽ കൂടെ ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയണ്ടല്ലോ. ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയാം. കുടുംബത്ത് ചില തന്തമാരെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, തന്തമാരുടെ അപാകതയാണ് ഇതിനെല്ലാം കാരണം. മക്കളെ ആത്മീയത പഠിപ്പിക്കേണ്ടതിന് പകരം മക്കളെ കമ്മ്യൂണിസം പഠിപ്പിച്ച്, ഗുണ്ടായിസം പഠിപ്പിച്ച് ഓരോ പിള്ളേരെ തല്ലിക്കൊല്ലാൻ വേണ്ടി കുറേ ക്രിമിനലുകളെ വളർത്തി വിടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇവിടെ ആർക്കൊന്നും മിണ്ടത്തില്ല, മിണ്ടിക്കഴിഞ്ഞാൽ അവനെ നിശബ്ദനാക്കും. ഈ ഒരു സാഹചര്യം നമുക്ക് മാറി വരണം. ഇതെല്ലാം കേരളത്തിലെ ഭരണകർത്താക്കളുടെ മിസ്റ്റേക്കാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ എല്ലാം മിസ്റ്റേക്കാണെന്ന് ഞാൻ പറയുള്ളൂ. ഇവിടെ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, എണ്ണ മൂജാനകുമാരുള്ള, എണ്ണ ഉപകാരകുമാരെ കൊണ്ടുള്ളു. പാവപ്പെട്ട പയ്യനെ തല്ലി ഇടിച്ച് മാരകമായിട്ട് മുറിവേൽപ്പിക്കാൻ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തിരിക്കുന്നത്? പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കേണ്ട ഇവിടെ DGP ഉണ്ട്, അതിൻ്റെ താഴേക്കുണ്ട് SI മുതൽ കുറേ ടീം അംഗങ്ങളുണ്ട് ഇതിനിടയ്ക്ക്. ഇവന്മാരെ കൊണ്ട് എന്തിനുപകാരം? ആഭ്യന്തര വകുപ്പ് പറയുന്നു അതിന് വാലാട്ടിക്കൊണ്ട് നിൽക്കാൻ കുറേ പോലീസ്. എന്ത് മൂഞ്ചാനാണ് ഈ ശമ്പളം മേടിച്ച് ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാതെ ഇങ്ങനെ ഒരു എന്ത് ഭരണ സംവിധാനം കേരളത്തിൽ? പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലി ഇടിച്ച് നമ്മൾ കാണുന്നല്ലേ, ഈ കേരളത്തിൽ എത്രയോ പിള്ളേരാണ് മൃഗീയമായിട്ട് കവാലികൾ കഞ്ചാവും മയക്കുമരുന്നും അടിച്ചിട്ട് ഉപദ്രവിക്കുന്നത്. അപ്പോൾ ആരാണ് ഇവർക്ക് ഇതിനുള്ള അധികാരം കൊടുക്കുന്നത്? ഇവർക്ക് തക്ക ശിക്ഷ കൊടുക്കണ്ടേ? ഇതിന് ഗവൺമെൻറ് എന്തുകൊണ്ട് ഇത് നടപ്പാക്കുന്നില്ല?